ഷിരൂരിലെ ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ സൈന്യം ഇന്നെത്തും. കർണാടക സർക്കാർ ഔദ്യോഗികമായി സൈനിക സഹായം തേടി. ബെലഗാവി ക്യാമ്പിൽ നിന്നുള്ള 40 പേരടങ്ങുന്ന സൈനിക സംഘമാണ് രക്ഷാദൌത്യത്തിന് ഇറങ്ങുന്നത്. തിരച്ചിലിന്റെ 6ാം ദിവസമാണിത്. കോഴിക്കോട് നിപ്പ ബാധിച്ച കുട്ടിയുടെ ചികിത്സയ്ക്കായി ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ന് മരുന്നെത്തും. മോണോക്ലോണൽ ആന്റിബോഡി എന്ന മരുന്നാണ് എത്തിക്കുക. രോഗം സ്ഥിരീകരിച്ച് 24 മണിക്കൂറിനുള്ളിൽ മരുന്ന് നൽകണം. സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് ഉള്ളവരുടെ എണ്ണത്തിനനുസരിച്ചാണ് മരുന്നെത്തിക്കുക. കുത്തിവയ്പ്പിന് പിന്നാലെ അബോധാവസ്ഥയിലായ യുവതി മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ഡോക്ടർമാരുടെ സംഘടന KGMOA. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയുടെ വിശദീകരണം. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധാരണഗതിയിൽ നൽകുന്ന പാൻഡോപ്രസോൾ എന്ന മരുന്ന് മാത്രമാണ് രോഗിക്ക് നൽകിയിട്ടുള്ളതുമെന്നാണ് സംഘടനയുടെ വിശദീകരണം. യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്ത് ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഹുദൈദ തുറമുഖത്താണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത്. കനത്ത നാശനഷ്ടമുണ്ടായെന്നും 80ഓളം പേർക്ക് പരിക്കുണ്ടെന്നും ഹൂതികൾ അറിയിച്ചു.